ഇന്നൊരു നാടൻ ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ആണിത്. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ചെറിയ ചെറിയ പീസാക്കി എടുക്കണം. അപ്പോഴാണ് ഇതിന് കുറച്ചൊരു ടേസ്റ്റ് കൂടുതലുണ്ടാവുക. ഇതിപ്പം ഞാൻ മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം ക്ലീനാക്കി എടുത്തതാണ്. ഇത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ട് അതിലേക്ക് ഒരു സവാള, ഒരു വെളുത്തുള്ളി തോലോട് കൂടിയിട്ട്, അതുപോലെ ചെറിയ കഷ്ണം ഇഞ്ചിയും തോലോട് കൂടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് വേണ്ടത്. കൂടുതൽ അരിഞ്ഞു പോകാനൊന്നും പാടില്ല. ഇത് ചിക്കനിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ വലിയ ജീരകം, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ കോൺഫ്ലോർ, 2 ടേബിൾ സ്പൂൺ വിനാഗിരി. ഇതെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 1/2 കപ്പ് ചില്ലി ഫ്ലേക്സ്, കുറച്ച് കറിവേപ്പില, ഒന്നുകൂടെ മിക്സ് ആക്കിയിട്ട് 1 മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയാവുമ്പോൾ കുറച്ചുകൂടി ഒരു നാടൻ ഫ്ലേവർ കിട്ടും. ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിലായിരിക്കണം. ഇനി 2 മിനിറ്റ് ഇളക്കാതെ വെച്ചിട്ട് 2 മിനിറ്റിന് ശേഷം നമുക്കിതിലുള്ള ഫ്രൈ ആയിട്ടുള്ള മസാല കോരി എടുക്കാം. ചിക്കൻ ഫ്രൈൻ്റെ കൂടെ ഈ മസാല കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. മസാലയെല്ലാം കോരിയെടുത്ത് കഴിഞ്ഞാൽ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അവസാനം വരെ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് പൊരിച്ചെടുക്കുന്നത്. എല്ലാ ചിക്കനും ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഫ്രൈ ചെയ്ത മസാല മേലെ ഇട്ട് കൊടുക്കാം. ഇനി ലെമണും ഓനിയനും എല്ലാം ഇട്ടിട്ടൊന്ന് അലങ്കരിക്കാം. ഇതിൻ്റെ മുകളിൽ ലെമൺ ഒഴിച്ചിട്ട് കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റാട്ടോ.